സിവിൽ ടിപ്സ് സ്പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ലിൻഡൽ എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിലും അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഒരു മാർക്ക് പോലും നമ്മുടെ എക്സാമിലെ നമ്മുടെ റാങ്ക് മാറ്റിയേക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലിൻഡൽ. ഓക്കെ, ലിൻഡൽ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ലിൻഡൽ നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലിൻഡൽ നമ്മൾ ഓപ്പണിങ്സിൻ്റെ മുകളിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, ഓപ്പണിങ്സ്. ഓക്കെ, ഇതാണ് ഓപ്പണിങ്സ്. ഓപ്പണിങ്സിൻ്റെ മുകളിലുള്ള ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറാണ് എന്തോന്ന് പറയുന്നത്? ലിൻഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണടാ? എ ഹൊറിസോണ്ടൽ സ്ട്രക്ചർ പ്ലേസ്ഡ് എബവ് ആൻ ഓപ്പണിംഗ് ടു സപ്പോർട്ട് ദ പോർഷൻ ഓഫ് ദ സ്ട്രക്ചർ എബവ് ഇറ്റ്. ഈ ലിൻഡലിന് മുകളിൽ വരുന്ന സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ സ്ട്രക്ചറിനെയാണ് ലിൻഡൽ എന്ന് പറയുന്നത്. മുകളിലുള്ള സ്ട്രക്ചറിൻ്റെ ലോഡ് താഴത്തെ ഈ സപ്പോർട്ടിംഗ് വാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നതാണ് ലിൻഡൽ. ഓക്കെ, ഇനി ലിൻഡലിൽ ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്നൊരു ടേം നോക്കാനുണ്ടടാ. ഇവിടെ ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിപ്പോൾ ഒരു RCC ലിൻഡലാണ്. ഓക്കെ, ഈ ലിൻഡൽ ഇതാണ് സപ്പോർട്ടിംഗ് വാൾ. ഓക്കെ, ഇതാണ് സപ്പോർട്ടിംഗ് വാൾ. ഈ സപ്പോർട്ടിംഗ് വാളിനകത്തേക്ക് കുറച്ച് പോർഷൻ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഓക്കെ, കുറച്ച് പോർഷൻ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അത്രയും ലെങ്തിനെ അല്ലെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസിനെയാണ് ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, ലിൻഡലിൽ കുറച്ച് പോർഷൻ സപ്പോർട്ടിംഗ് വാളിന് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വച്ചിരിക്കുന്നു. ആ ഇൻസേർട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് എത്ര ലെങ്ത് ആണോ, ഓക്കെ, ഇൻസേർട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് എത്ര ലെങ്ത് ആണോ ആ ലെങ്തിനെയാണ് ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെയാണ് ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ദ ലിൻഡൽ ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ സപ്പോർട്ടിംഗ് വാൾ. സപ്പോർട്ടിംഗ് വാളിലോട്ട് എത്ര ഡിസ്റ്റൻസ് ആണോ ഇൻസേർട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ആ ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നതാണ് ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത്. ഇനി ഈ ബിയറിംഗ് ഓഫ് ലിൻഡലിന് കുറച്ച് വാല്യൂസ് ഉണ്ട്, മിനിമം വാല്യൂസ് ഉണ്ട്. അത് നോക്കാം. 100 mm or 150 mm. ഓക്കെ, 100 mm or 150 mm ഹൈറ്റ് ഓഫ് ലിൻഡൽ അല്ലെങ്കിൽ 1/10 to 1/12 സ്പാൻ ഓഫ് ലിൻഡൽ ആയിരിക്കണം. ഓക്കെ, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നേ 100 mm അല്ലെങ്കിൽ 150 mm ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ലിൻഡൽ ആയിരിക്കണം. ഹൈറ്റ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത് ഏതാണ്? ഹൈറ്റ് ഓഫ് ലിൻഡൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതായിരിക്കണോടാ? 1/10 to 1/12 സ്പാൻ ഓഫ് ലിൻഡൽ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ലിൻഡൽ എന്താണെന്ന് പഠിച്ചു. ലിൻഡലിൽ ഒരു ടേമായ ബിയറിംഗ് ഓഫ് ലിൻഡൽ പഠിച്ചു. ബിയറിംഗ് ഓഫ് ലിൻഡലിൻ്റെ മിനിമം വാല്യൂസ് നോക്കി. ഇതിനടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ലിൻഡൽ നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് ലിൻഡൽ ഇപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിൻഡൽ ഏതാണ്? RCC ലിൻഡലാണ് അല്ലേ. അതിന് മുന്നേ നമ്മൾ ഏതൊക്കെ ടൈപ്സ് നമ്മൾ ഉപയോഗിച്ചിരുന്നു? നമ്മൾ വുഡൻ ലിൻഡൽ ഉപയോഗിച്ചിരുന്നു, സ്റ്റോൺ ലിൻഡൽ ഉപയോഗിച്ചിരുന്നു, ബ്രിക്ക് ലിൻഡൽ ഉപയോഗിച്ചിരുന്നു, സ്റ്റീൽ ലിൻഡൽ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ RCC ലിൻഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ടിമ്പർ ലിൻഡലിലോട്ട് വരാം. ആ ടിമ്പർ ലിൻഡലിന് നമുക്ക് വുഡൻ ലിൻഡൽ എന്നും പറയാം. ഓക്കെ, ടിമ്പർ ലിൻഡലിലോട്ട് വരുമ്പോൾ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ടിമ്പർ ലിൻഡൽ എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ലിൻഡലാണ്. ഓക്കെ, ഒരു ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ലിൻഡലാണ് ടിമ്പർ ലിൻഡൽ. ഈ ടിമ്പർ ലിൻഡൽ ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത് 150 to 200 mm ആണ്. 150 to 200 mm ആണ് ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത്. ദെൻ ഈ ടിമ്പർ ലിൻഡലിൻ്റെ സ്പാൻ അപ് ടു 1 meter. സ്പാൻ അപ് ടു 1 meter. ഓക്കെ, ഇതാണ് സ്പാൻ. ഓക്കെ, ഈ സ്പാൻ 1 meter വരെയുള്ള ഡിസ്റ്റൻസിൽ 1 meter വരെ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ 1 meterനകത്ത് നിൽക്കണം എന്നാൽ മാത്രമേ ഈ ടിമ്പർ ലിൻഡൽ നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്ത് ഡെപ്ത് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത്, ഡെപ്ത് ഓഫ് ടിമ്പർ ലിൻഡൽ എന്ന് പറയുന്നത് 1/12 to 1/8 സ്പാൻ ഓഫ് ലിൻഡൽ ആയിരിക്കും. ഓക്കെ, 1/12 to 1/8 സ്പാൻ ഓഫ് ലിൻഡൽ ആയിരിക്കും. അതിന് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ടിമ്പർ ലിൻഡലിൻ്റെ ഡെപ്തിൻ്റെ മിനിമം വാല്യൂ, ഡെപ്തിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് ഫോർമുലയായിട്ട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 1/12 to 1/8 സ്പാൻ ഓഫ് ലിൻഡൽ ആയിരിക്കും. ഇവിടെ നിങ്ങൾ കണ്ടു, ടിമ്പറിൽ ബിയറിംഗ് എന്ന് പറയുന്നത് 150 to 200 ആണെന്ന് പറഞ്ഞു. നമ്മൾ മുന്നേ ബിയറിങ്ങിൻ്റെ വാല്യൂസ്, മിനിമം വാല്യൂസ് നോക്കിയപ്പം അവിടെ നമ്മൾ 100 mm എന്നൊരു വാല്യൂ ഉണ്ട്. 100 mm അല്ലെങ്കിൽ 150 mm എന്നാണ് പറഞ്ഞത്. ഓക്കെ,
ഇനി നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ മിനിമം ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് ചോദിച്ചിട്ട് 150-ഉം 100-ഉം ഓപ്ഷനിൽ കിടന്നാൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? 150 വേണം ചൂസ് ചെയ്യുക. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. മിനിമം ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 100-ഉം 150-ഉം ഓപ്ഷനിൽ കടന്നാൽ ഏത് ചൂസ് ചെയ്യണം? 150 വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, 150 ആണ് ചൂസ് ചെയ്യേണ്ടത്. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതാണ് ടിമ്പർ ലിൻഡൽ. ഇനി നമുക്ക് ടിമ്പർ ലിൻഡലിൻ്റെ കുറച്ച് ടൈപ്സ് നോക്കാം. 3 ടൈപ്സ് ടിമ്പർ ലിൻഡൽ ഉണ്ടടാ. ആദ്യത്തേതാണ് സിമ്പിൾ ലിൻഡൽ. ഓക്കെ, സിമ്പിൾ ലിൻഡൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിംഗിൾ ആയിട്ടുള്ള ഒരു ടിമ്പർ പീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടിമ്പർ പീസ് വെച്ചിട്ടോ കൺസ്ട്രക്ട് ചെയ്യുന്ന ലിൻഡലിനെയാണ് സിമ്പിൾ ലിൻഡൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ പീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈക്വൽ വിഡ്ത്തായിരിക്കണം. ആ മൾട്ടിപ്പിൾ പീസിനെ നമ്മൾ ബോൾട്ട് വെച്ചിട്ട് കണക്ട് ചെയ്തായിരിക്കും ലിൻഡൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ലിൻഡൽ എന്താണെടാ? സിംഗിൾ പീസ് ഓർ മൾട്ടിപ്പിൾ പീസ് ഓഫ് ടിമ്പർ ആർ യൂസ്ഡ്. അവിടെ മൾട്ടിപ്പിൾ പീസ് ആണെങ്കിൽ ഈക്വൽ വിഡ്ത്തുള്ള ടിമ്പർ പീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവയെ ബോൾട്ട് വെച്ച് കണക്ട് ചെയ്തിരിക്കും. അതാണ് ഫസ്റ്റത്തെ ടൈപ്പ്. ഓക്കെ, നിങ്ങൾക്കൊരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് വാൾ തിക്നെസ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇതാണ് ടിമ്പർ പീസ്. ഓക്കെ, ഇതാണ് ടിമ്പർ പീസ്. ദെൻ ഇതിന് നമ്മളിവിടെ ബോൾട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ബോൾട്ട് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇതാണ് സിമ്പിൾ ലിൻഡൽ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടൈപ്സാണ് ബിൽട്ടപ്പ് ലിൻഡൽ. ഓക്കെ, ബിൽട്ടപ്പ് ലിൻഡൽ നമുക്ക് നോക്കാം. ബിൽട്ടപ്പ് ലിൻഡലിൻ്റെ ഫിഗർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലാനിലോട്ട് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു സിമ്പിൾ ലിൻഡലിൽ മൾട്ടിപ്പിൾ ടിമ്പർ പീസ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കത് അവിടെ ഈക്വൽ വിഡ്ത്തൊക്കെ ആണെങ്കിൽ 3 പീസ് ടിമ്പർ അല്ലെങ്കിൽ കൂടുതൽ ചിലപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്താണ്, അത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറച്ച് കൂടുതലാകും. സോ അടുത്ത ടൈപ്സായ ബിൽട്ടപ്പ് ലിൻഡലിലോട്ട് വന്നപ്പോൾ മൾട്ടിപ്പിൾ ടിമ്പർ പീസാണ് അവിടെയും യൂസ് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഇവിടെ ഒരു ടിമ്പർ പീസ് വെച്ചു. ദെൻ ഇതിത്രയുമാണ് വാൾ തിക്നെസ്. ഓക്കെ, ഇതിത്രയുമാണ് വാൾ തിക്നെസ്. വാൾ തിക്നെസ്സിൻ്റെ ഒരു എൻഡിൽ നിന്ന് ഒരു ടിമ്പർ പീസ് വെച്ചു. ദെൻ അടുത്ത എൻഡിൽ നിന്ന് ഒരു ടിമ്പർ പീസ് വെച്ചു. സ്വാഭാവികമായും ഇവിടെ എന്തായാലും നടുക്കൊരു ഗ്യാപ്പ് വരും. ഓക്കെ, ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ അവരിവിടെ ഒരു ചെറിയൊരു ടിമ്പർ പീസ് ഇത്രയും പോർഷൻ മാത്രം വെച്ചു, ഈ 2 അറ്റത്തും. ഓക്കെ, ഇങ്ങനെ ചെറിയൊരു ടിമ്പർ പീസ് വെച്ചു. ആ ടിമ്പർ പീസ് കൂടെ കണക്ട് ചെയ്തിട്ടാണ് പിന്നീട് അവർ ബോൾട്ട് വെച്ച് കണക്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ വെച്ച ഈ ടിമ്പർ പീസിനെയാണ് എന്തോന്ന് പറയുന്നത്? പാക്കിംഗ് പീസ് എന്ന് പറയുന്നത്. ഓക്കെ, പാക്കിംഗ് പീസ് എന്ന് പറയും. ഓക്കെ, എന്താണെന്ന് പറയുന്നതാ? ഓക്കെ, അപ്പം ബിൽട്ടപ്പ് ലിൻഡൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ പാക്കിംഗ് പീസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ബോൾട്ട് വെച്ച് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ലിൻഡലിനെയാണ് നമ്മൾ ബിൽട്ടപ്പ് ലിൻഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ബിൽട്ടപ്പ് ലിൻഡൽ എന്ന് പറയുന്നതാണ് അവിടെ ഒരു പാക്കിംഗ് പീസ് എന്ന് പറയുന്ന പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ അടുത്തതാണ് ഫ്ലിച്ചഡ് ലിൻഡൽ. ഓക്കെ, ഫ്ലിച്ചഡ് ലിൻഡൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ പറയും മൾട്ടിപ്പിൾ ടിമ്പർ പീസ് ഉപയോഗിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുമെന്ന്. അങ്ങനെ മൾട്ടിപ്പിൾ ടിമ്പർ പീസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ടിമ്പർ പീസിനിടയ്ക്ക് സ്റ്റീൽ പ്ലേറ്റ് യൂസ് ചെയ്ത് ആണ് നമ്മൾ ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ആ ലിൻഡലിനെയാണ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ലിൻഡലിനെയാണ് ഫ്ലിച്ചഡ് ലിൻഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റീൽ പ്ലേറ്റ്സ് ആർ പ്രൊവൈഡഡ് ബിറ്റ്വീൻ വുഡൻ ലിൻഡലിന് ബിറ്റ്വീൻ ആയിട്ട് സ്റ്റീൽ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിൻഡലിനെയാണ് ഫ്ലിച്ചഡ് ലിൻഡൽ എന്ന് പറയുന്നത്. അത്രയാണ് ടിമ്പറിൻ്റെ ടൈപ്സിൽ വരുന്ന ലിൻഡൽസ്. ദെൻ അടുത്ത് നമുക്ക് സ്റ്റോൺ എന്ന ലിൻഡൽ നോക്കാം. ഓക്കെ, സ്റ്റോൺ ലിൻഡൽ നോക്കാം. സ്റ്റോൺ ലിൻഡൽ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺ ലിൻഡൽ ഇവിടെ ഫിഗർ നോക്കിയാൽ അറിയാം, ഒരു ലാർജ് സ്റ്റോൺ സ്ലാബാണ് ലിൻഡലായിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ് അത് തന്നെയാണ്. ലാർജ് സ്ലാബ് ഓഫ് സ്റ്റോൺ പ്ലേസ്ഡ് എബവ് ആൻ ഓപ്പണിംഗ്. ഒരു ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു ലാർജ് സ്റ്റോൺ സ്ലാബാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത്. സ്റ്റോൺ നമുക്കറിയാം ടെൻഷൻ സ്റ്റോണിന് എടുക്കാൻ പറ്റത്തില്ല. സോ ടെൻഷൻ അല്ലെങ്കിൽ ടെൻസൈൽ റെസിസ്റ്റൻസ് ലോയാണ് സ്റ്റോണിന്. സോ അങ്ങനെ വരുമ്പോൾ വൈബ്രേറ്റിംഗ് ലോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കൂടെ ഇങ്ങനെ ക്രാക്ക് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പൊസസസ് ലോ ടെൻസൈൽ റെസിസ്റ്റൻസ്, സോ ക്രാക്സ് ആർ ഫോംഡ് വെൻ ദ ലിൻഡൽ ഈ സബ്ജക്റ്റഡ് ടു വൈബ്രേറ്ററി ലോഡ്.
ടെൻസൈൽ സ്ട്രെങ്ത് സ്റ്റോണിന് കുറവായത് കൊണ്ട് വൈബ്രേറ്ററി ലോഡ് വരികയാണെങ്കിൽ അവിടെ ആ ലിൻഡലിൽ അവിടെ ക്രാക്ക് ഫോം ചെയ്യും. ഓക്കെ, പിന്നീട് നമുക്കറിയാം സ്റ്റോൺ നമ്മൾ ഈ ഷേപ്പിലൊക്കെ നമ്മൾ ഡ്രസ്സിങ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയവുമാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്. സോ ഇത് മേക്കിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. ദെൻ അതുപോലെ തന്നെ ഇത്രയും ഒറ്റ സ്ലാബ് സ്റ്റോൺ പീസ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഓക്കെ, ഡിഫിക്കൾട്ട് ടു ഒബ്റ്റെയിൻ എ ഗുഡ് സ്റ്റോൺ നമുക്ക് കിട്ടാൻ ഡിഫിക്കൾട്ടാണ്. ദെൻ ഇവിടെയും നമ്മൾ സ്പാൻ അപ് ടു 1 മീറ്റർ, ഓക്കെ, സ്പാൻ 1 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ, അല്ലെങ്കിൽ 1 മീറ്ററിനകത്ത് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ സ്റ്റോൺ ലിൻഡൽ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഇവിടെയും നമ്മൾ ഡെപ്ത് കാണുന്നത് 1/10 ഇൻറ്റു സ്പാൻ ഓഫ് ലിൻഡലാണ്. ഓക്കെ, ഡെപ്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1/10 ഇൻറ്റു സ്പാൻ ഓഫ് ലിൻഡലാണ്. ടിമ്പറിൽ എത്രയായിരുന്നു? 1/12 ടു 1/8 ഇൻറ്റു സ്പാൻ ഓഫ് ലിൻഡലായിരുന്നു. സ്റ്റോൺ ലിൻഡലിലോട്ട് വരുമ്പോൾ 1/10 ഇൻറ്റു സ്പാൻ ഓഫ് ലിൻഡലാണ്. ഓക്കെ, അത് മാറിപ്പോകരുത്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റോൺ ലിൻഡൽ കഴിഞ്ഞു. സ്റ്റോൺ ലിൻഡലും കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് മനസ്സിലായി, വീക്കാണത്. ഓക്കെ, ടെൻഷൻ സോണിൽ അത് വീക്കാണ്. അങ്ങനെ അവർ ബ്രിക്ക് ലിൻഡലിലോട്ട് വന്നു. ബ്രിക്ക് ലിൻഡലിൽ വന്നപ്പോഴാണ് ആ ബ്രിക്ക് ലിൻഡലിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രിക്ക് ലിൻഡലിൽ നമ്മൾ ഏത് ബ്രിക്കായിരിക്കും യൂസ് ചെയ്യുന്നത്? വെൽ ബേൺഡ്, അതായത് ഫസ്റ്റ് ക്ലാസ് വെൽ ബേൺഡ് ബ്രിക്കായിരിക്കും നമ്മൾ ബ്രിക്ക് ലിൻഡലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ബ്രിക്ക് ഇവിടെ അടുക്കി ഇങ്ങനെ ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മോട്ടാർ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ ബ്രിക്ക് ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അങ്ങനെ ബ്രിക്ക് ലിൻഡൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് സെറ്റായിരിക്കുമോ? അവിടെ പെട്ടെന്ന് തന്നെ സെറ്റായിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു സപ്പോർട്ടിംഗ് പീസ് കൊടുക്കണം. ഓക്കെ, സപ്പോർട്ടിംഗ് ടിമ്പർ പീസ് കൊടുക്കുക. സപ്പോർട്ടിംഗ് ടിമ്പർ പീസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബ്രിക്ക് അവിടെ ലേ ചെയ്ത് തുടങ്ങുന്നത്. അവിടെ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടിംഗ് ടിമ്പർ പീസിനെയാണ് ടേണിംഗ് പീസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്രിക്ക് ലിൻഡലിലോട്ട് വരുമ്പോൾ വെൽ ബേൺഡ് ബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെമ്പററി വുഡൻ സപ്പോർട്ട് ഈസ് പ്രൊവൈഡഡ് നോൺ ആസ് ടേണിംഗ് പീസ്. ഓക്കെ, ആ ഒരു ടെമ്പററി ആയിട്ട് നമ്മളൊരു വുഡൻ സപ്പോർട്ട് കൊടുക്കും. ആ ഒരു സപ്പോർട്ടിനെയാണ് നമ്മൾ ടേണിംഗ് പീസ് എന്ന് പറയുന്നത്. ഓക്കെ, ടേണിംഗ് പീസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ബ്രിക്ക് ലേ ചെയ്യുന്നത്. ഓക്കെ, ബ്രിക്ക് നമ്മൾ ലേ ചെയ്യുന്നത്, എന്നാൽ മാത്രമേ അതവിടെ സെറ്റായി ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ടേണിംഗ് പീസ് വയ്ക്കാതിരുന്നാൽ പെട്ടെന്ന് സെറ്റിംഗ് നടക്കാത്തത് കൊണ്ട് ബ്രിക്ക് താഴെ പോവും. ഓക്കെ, അങ്ങനെ ആ ഒരു ടേണിംഗ് പീസിൻ്റെ കാര്യം ഓർമ്മിച്ചുകൊള്ളുക. ബ്രിക്കും നമുക്കറിയാം, ബ്രിക്ക് നമ്മളിങ്ങനെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മൾ ലേ ചെയ്യുന്നത്. സോ ബ്രിക്ക് വീക്കായിരിക്കും. ഓക്കെ, ബ്രിക്ക് അവിടെ വീക്ക് ഇൻ കൺസ്ട്രക്ഷനാണ്. ബ്രിക്കും നമ്മൾ ഇതേപോലെ സ്പാൻ അപ് ടു 1 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ബ്രിക്ക് ലിൻഡൽ യൂസ് ചെയ്യുന്നത്. ആ 1 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലും ലൈറ്റ് ലോഡിംഗ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഈ ബ്രിക്ക് ലിൻഡൽ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ബ്രിക്ക് ലിൻഡലിലെ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? വെൽ ബേൺഡ് ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. ടെമ്പററി വുഡൻ സപ്പോർട്ട് യൂസ് ചെയ്യുന്നു, അതിനെ ടേണിംഗ് പീസ് എന്ന് പറയുന്നു. വീക്ക് ഇൻ കൺസ്ട്രക്ഷനാണ്. അതുപോലെ തന്നെ സ്പാൻ അപ് ടു 1 മീറ്റർ ഫോർ ലൈറ്റ് ലോഡിംഗ്, അതായത് ലൈറ്റ് ലോഡിങ്ങിലും സ്പാൻ അപ് ടു 1 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ബ്രിക്ക് ലിൻഡൽ യൂസ് ചെയ്യുന്നത്. ഇനി ഹെവിയർ ലോഡിംഗ് ആണെങ്കിൽ, ഓക്കെ, ലോഡ് വരുന്നത് ഹെവി ലോഡാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, റീൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡലാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹെവിയർ ലോഡാണെങ്കിൽ റീൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റീൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ സിമൻറ്റ് മോർട്ടാറിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 1:3 ആണ്. ഓക്കെ, സിമൻറ്റ് മോർട്ടാറിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1:3 ആണ്. ഓക്കെ, അപ്പോൾ ബ്രിക്ക് ലിൻഡൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, വെൽ ബേൺഡ് ബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ടെമ്പററി വുഡൻ സപ്പോർട്ട് കൊടുക്കും. ആ ടെമ്പററി വുഡൻ സപ്പോർട്ടിനെ ടേണിംഗ് പീസ് എന്ന് പറയുന്നു. വീക്ക് ഇൻ കൺസ്ട്രക്ഷനാണ്. ലൈറ്റ് ലോഡിങ്ങും സ്പാൻ അപ് ടു 1 മീറ്റർ വരെയുമാണ് നമ്മൾ ബ്രിക്ക് ലിൻഡൽ കൊടുക്കുന്നത്. ഹെവി ലോഡിംഗ് ആണെങ്കിൽ നമ്മളവിടെ റീൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ കൊടുക്കും. സിമൻറ്റ് മോർട്ടാർ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 1:3 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ബ്രിക്ക് ബ്രിക്കിൽ നമുക്കറിയാം ഫ്രോഗ് ഉണ്ട്. ഓക്കെ, ഈ ഫ്രോഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്രിക്ക് ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ആ ലിൻഡലിനെ നമ്മൾ, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ലിൻഡലിനെ നമ്മൾ എന്നൊന്ന് പറയൂടാ, ജോഗിൾഡ് ബ്രിക്ക് ലിൻഡൽ എന്ന് പറയും. ഓക്കെ, ആ ഫ്രോഗ് വയ്ക്കുന്നത് കുറച്ചുകൂടെ ബോണ്ടായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രോഗുള്ള ബ്രിക്ക് വെച്ചിട്ട് ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ടൈപ്സ് ഓഫ് ലിൻഡലിനെ നമ്മൾ പറയുന്നതാണ് ജോഗിൾഡ് ബ്രിക്ക് ലിൻഡൽ എന്ന് പറയുന്നു. ഓക്കെ,
ബ്രിക്സ് ഹാവിങ് ഫ്രോഗ് ആർ മോർ സ്യൂട്ടബിൾ ആസ് ഇറ്റ് ഫോംസ് എ കീ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെയർ. ഓക്കെ, നമ്മൾ ആ ഫ്രോഗ് കൂടെ ഉള്ളത് കൊണ്ട് മോട്ടാർ വെച്ചിട്ട് ആ ഒരു ലെയറിൽ കുറച്ച് കൂടുതൽ ബോണ്ടായിട്ടിരിക്കും. ദെൻ സ്റ്റീൽ ലിൻഡൽ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റീൽ ആംഗിൾസും അല്ലെങ്കിൽ RSJ ആണ് യൂസ് ചെയ്തിരുന്നത്. RSJ എന്താണ്? റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് പറയും. ജോയിൻ്റ് അല്ല, ജോയിസ്റ്റ് ആണ്. JOIST ആണ്. ഓക്കെ, സ്റ്റീൽ ലിൻഡലിൽ സ്റ്റീൽ ആംഗിൾസും RSJ ആണ് അവർ യൂസ് ചെയ്തിരുന്നത്. അവിടെയും സ്മാൾ സ്പാനും ലൈറ്റ് ലോഡിങ്ങും, ഓക്കെ, ലൈറ്റ് ലോഡിങ്ങും സ്മാൾ സ്പാനും ആണെങ്കിൽ സ്റ്റീൽ ആംഗിൾസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, സ്റ്റീൽ ആംഗിൾസ് എവിടെയാണ് യൂസ് ചെയ്തിരുന്നത്? ലൈറ്റ് ലോഡിങ്. ഓക്കെ, ലൈറ്റ് ലോഡിങ്ങും സ്മാൾ സ്പാനും ആയിരിക്കും. ഓക്കെ, സ്മാൾ സ്പാനും ലൈറ്റ് ലോഡിങ്ങും എന്ന കണ്ടീഷൻ വരുമ്പോഴാണ് സ്റ്റീൽ ആംഗിൾസ് യൂസ് ചെയ്തിരുന്നത്. ഇനി RSJ എവിടെയാണ് യൂസ് ചെയ്തിരുന്നത്? RSJ ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. എങ്ങനെയാണ്? ഹെവി ലോഡിങ്ങും ആയിരിക്കും, ലാർജ് സ്പാനും ആയിരിക്കും. ഓക്കെ, ലാർജ് സ്പാനും ഹെവി ലോഡിങ്ങും വരുന്നിടത്താണ് നമ്മൾ RSJ വെച്ചിട്ട് സ്റ്റീൽ ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റീൽ ലിൻഡൽ ഒന്നുകൂടെ പറയുന്നത് സ്റ്റീൽ ആംഗിൾസും RSJ ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ സ്റ്റീൽ ആംഗിൾസ് ലൈറ്റ് ലോഡിങ്ങും സ്മാൾ സ്പാൻ അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോഴാണ് സ്റ്റീൽ ആംഗിൾസ് യൂസ് ചെയ്യുന്നത്. ലാർജ് സ്പാനും ഹെവി ലോഡുമാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ RSJ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് വെച്ചിട്ടാണ് സ്റ്റീൽ ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ RSJ വെച്ചിട്ട്, അതായത് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കേടാ, ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് RSJ. ഓക്കെ, ഇത് സെക്ഷനാണ്, ക്രോസ് സെക്ഷനാണ്. സോ നമ്മൾ സിംഗിൾ RSJ വെച്ചിട്ടാണ് നമ്മളവിടെ ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബാക്കി പോർഷൻ നമ്മൾ ഇതേപോലെ കോൺക്രീറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്യും. കോൺക്രീറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോണിൻ്റെ പീസ് വയ്ക്കും. ഓക്കെ, സ്റ്റോണിൻ്റെ ഒരു ഗ്ലാഡിങ് വെച്ചിട്ടായിരിക്കും നമ്മളവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെൻ RSJ ആർ യൂസ്ഡ് സിംഗിളി ഇറ്റ് ഈസ് എയ്തർ എംബഡഡ് ഇൻ കോൺക്രീറ്റ് ഓർ ക്ലാഡഡ് വിത്ത് എ സ്റ്റോൺ ഫേസിങ്. ഒന്നേ നമ്മളവിടെ കോൺക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ ഒരു ക്ലാഡിങ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ RSJ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി മോർ ദാൻ 1 RSJ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ട്യൂബ് സെപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും നമ്മളവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ട്യൂബ് സെപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും നമ്മളവിടെ കണക്ട് ചെയ്യുന്നത്. ആ ട്യൂബ് സെപ്പറേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ മോർ ദാൻ 1 യൂണിറ്റ് RSJ ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ്, ട്യൂബ് സെപ്പറേറ്റർ ആർ പ്രൊവൈഡഡ് ടു കീപ്പ് ദം ഇൻ പൊസിഷൻ. ഇവിടുത്തെ കോൺക്രീറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:1, 1/2:3 ആണ്. ഓക്കെ, ചില പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 1:2:3 എന്ന് കാണാം. ഓക്കെ, 1:2:4 എന്ന് കാണാം. ഓക്കെ, അത് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 1:2:4 എന്ന വാല്യൂസ് ആയിരിക്കും കാണുന്നത്. പക്ഷേ കറക്റ്റ് എന്ന് പറയുന്നത് 1:1/2:3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റീൽ ലിൻഡൽ എന്നൊക്കെ പഠിച്ചാൽ ആ സ്റ്റീൽ ലിൻഡൽ ചെറിയ ലോഡിങ്, അതായത് സ്മാൾ സ്പാനും ലൈറ്റ് ലോഡിങ്ങും ആണെങ്കിൽ നമ്മളവിടെ സ്റ്റീൽ ആംഗിൾസ് യൂസ് ചെയ്യും. ഹെവി ലോഡിങ്ങും ലാർജ് സ്പാനും ആണെങ്കിൽ നമ്മളവിടെ RSJ യൂസ് ചെയ്യും. RSJ യൂസ് ചെയ്യുമ്പോൾ ഒന്നേ നമ്മളവിടെ കോൺക്രീറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോൺ ക്ലാഡിങ് വെച്ചിട്ട് ഫില്ല് ചെയ്യും. മോർ ദാൻ 1 യൂണിറ്റ് RSJ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ട്യൂബ് സെപ്പറേറ്റർ എന്നൊരു മെറ്റൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളതിനെ കണക്ട് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ അതിനെ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ട്യൂബ് സെപ്പറേറ്റർ യൂസ് ചെയ്യും. ഇനി കോൺക്രീറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:1, 1/2:3 ആണ്. ഓക്കെ, ദെൻ അടുത്ത ലാസ്റ്റ് ടൈപ്സ് ആണ് RCC ലിൻഡൽ. ഓക്കെ, RCC ലിൻഡലാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. RCC ലിൻഡൽ നമുക്കറിയാം ഫയർ പ്രൂഫ് ആണ്, സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്, ഈസി ടു കൺസ്ട്രക്റ്റ് ഒക്കെയാണ്. ഓക്കെ, ഇവിടെ RCC ലിൻഡൽ നമുക്ക് പ്രീകാസ്റ്റ് ആയിട്ടും ചെയ്യാം, കാസ്റ്റ് ഇൻ സിറ്റു ആയിട്ട് ചെയ്യാം. പ്രീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ വെച്ച് ചെയ്തുകൊണ്ട് സൈറ്റിലോട്ട് കൊണ്ടുവരും, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും, അതാണ് പ്രീകാസ്റ്റ്. പ്രീകാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ സ്പാൻ അപ് ടു 2 മീറ്റർ, അതായത് സ്പാൻ 2 മീറ്റർ വരെയുള്ള ലെങ്തിൽ മാത്രമേ പ്രീകാസ്റ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ. അതിൽ കൂടുതലായ നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ പ്രീകാസ്റ്റ് ആയിട്ടാണ് RCC ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ സ്പാൻ എന്ന് പറയുന്നത് അപ് ടു 2 മീറ്റർ ആയിരിക്കും. കാസ്റ്റ് ഇൻ സിറ്റു ആണെങ്കിൽ എത്ര സ്പാൻ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ RCC ലിൻഡൽ പ്രധാനമായിട്ട് പ്രീകാസ്റ്റും ഉണ്ട്, കാസ്റ്റ് ഇൻ സിറ്റും ഉണ്ട്. ദെൻ നമുക്കറിയാം
ഫയർ പ്രൂഫാണ്, സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്, ഈസി ടു കൺസ്ട്രക്റ്റ് ആണ്. ഇവിടെയും സിമെൻറ്റ് കോൺക്രീറ്റ് പ്രൊപ്പോർഷൻ പറയുന്നു 1:1.5:3 ആണ്. ഓക്കെ, 1:1.5:3 ആണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ ക്വസ്റ്റ്യൻസിൽ 1:2:4 എന്ന വാല്യൂസ് കണ്ടുവരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1:1.5:3 ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് പറയുന്നത്. സിമെൻറ്റ് കോൺക്രീറ്റ് പ്രൊപ്പോർഷൻ RCC ലിൻഡലിൻ്റെ ആയാലും സ്റ്റീൽ ലിൻഡലിൻ്റെ ആയാലും സിമെൻറ്റ് കോൺക്രീറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1:1.5:3 ആണ്. ഓക്കെ, അത്രയാണ് RCC ലിൻഡൽ വരുന്നത്. ഇനി കേവിറ്റി വാൾ നമുക്കറിയാം അല്ലേ? കേവിറ്റി വാൾ എങ്ങനെയാണ്? ഇതൊരു വാള്, അതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വേറൊരു വാളൂടെ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് കേവിറ്റി. ഇപ്പോൾ ഇവിടുത്തെ ഈ ഗ്യാപ്പിനെയാണ് എന്തോന്ന് പറയുന്നത്? കേവിറ്റി എന്ന് പറയുന്നത്. ഇതേപോലെ കേവിറ്റി വാളിലാണ് നമ്മളൊരു ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റിബേറ്റഡ് ബൂട്ട് ലിൻഡൽ എന്ന് പറയുന്നത്. ഇത് കണ്ടറിയാം, ചെറിയൊരു ബൂട്ടിൻ്റെ ഷേപ്പിലൊക്കെ ആയിരിക്കും ഈ ലിൻഡൽ ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ റിബേറ്റഡ് ബൂട്ട് ലിൻഡൽ എന്ന് പറയുന്നു. കേവിറ്റി വാളിലാണ് നമ്മളൊരു ലിൻഡൽ ചെയ്യുന്നതെങ്കിൽ അതിനെ റിബേറ്റഡ് ബൂട്ട് ലിൻഡൽ എന്ന് പറയുന്നു. ഇതൊരു ടൈപ്പ് ഓഫ് RCC ലിൻഡൽ എന്ന് പറയാം. ഓക്കെ, ഇവിടെ കണ്ടറിയാം, ഇത് ഒരു വാളാണ്, ഇതൊരു വാളാണ്, അതിൻ്റെ ഇടയിൽ ഒരു കേവിറ്റി ഉണ്ട്. സോ അങ്ങനത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു കൺസ്ട്രക്ഷനിൽ നമ്മൾ ചെയ്യുന്ന ലിൻഡലാണ് റിബേറ്റഡ് ബൂട്ട് ലിൻഡൽ എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടായിരിക്കാം വിഡ്ത്ത് കൂടുതൽ? അവിടെയായിരിക്കും ലോഡ് കൂടുതൽ വരുന്നത്. ഓക്കെ, ഈ വാളിലായിരിക്കും ലോഡ് കൂടുതൽ വരുന്നത്. സോ അവിടെ ലിൻഡലും വിഡ്ത്ത് കൂടുതലായിരിക്കും. ഫുള്ളായിട്ട് എന്തായിരിക്കും ലിൻഡൽ അവർ കൊടുക്കാത്തത്? അത്രയും കോസ്റ്റ് കൂടുതലേടാ. സോ ഈ ഒരു ഷേപ്പിൽ ലിൻഡൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ്റെ ലിൻഡലിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ലേ? സോ അതാണ് ഇവിടുത്തെ കാര്യം. നിങ്ങൾ ആ കാര്യമൊന്നും പഠിക്കണ്ട. കേവിറ്റി വാളിൽ നമ്മൾ ചെയ്യുന്നത് ഏത് ലിൻഡലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിബേറ്റഡ് ബൂട്ട് ലിൻഡലാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു ടൈം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ലിൻഡൽ എന്ന ചെറിയ ചാപ്റ്റർ കഴിഞ്ഞു. ഇവിടെ ഇത്രയേ ഉള്ളൂ ലിൻഡൽ എന്ന ചാപ്റ്റർ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.